കണ്ണൂസിൻ്റെ സ്കൂൾ ഡേ ആയതുകൊണ്ട് തന്നെ അവളെ രാവിലെ തന്നെ സ്കൂളിൽ കൊണ്ട് വിടണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊന്ന് റെഡി ആയിട്ട് കണ്ണൂസിനെയും കൊണ്ട് സ്കൂളിലോട്ട് പോകാൻ നേരെ ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് സങ്കടപ്പെട്ട് നമ്മുടെ കല്യാണി വന്ന് വെളിയിൽ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, അവളെ കൊണ്ടുപോകാത്തതുകൊണ്ട്. അപ്പോൾ എന്തായാലും കണ്ണൂസിന് സ്കൂളിലോട്ട് പോകുമ്പോൾ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് കൊടുത്തു വിടണം, കാരണം 2 മണിക്ക് ശേഷമാണ് പ്രോഗ്രാം. അപ്പോൾ രാവിലത്തെ കാപ്പി മാത്രമേ ആൾ കുടിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ സ്നാക്സ് വാങ്ങിച്ച് കൊടുത്തു വിടാൻ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ സ്കൂളിൽ ചെന്ന പാടെ ടീച്ചറിനെ കണ്ടു, അവിടെ ഓരോ മക്കളും ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റോളില്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം അമ്മയും കല്ലൂസിനെയും വിളിച്ചിട്ട് പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തോട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ ഈസ്റ്റ് ഫോർട്ടിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം. അപ്പോൾ അവരുടെ സ്കൂളിൻ്റെ പ്രോഗ്രാമിൻ്റെ ആ ഒരു ഹാളിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. കല്ലൂസിനെ നമ്മുടെ കണ്ണൂസിനെയൊക്കെ ഒരുക്കി സ്കൂളിൽ നിന്നാണ് കേട്ടോ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു ബാച്ചിൽ നമ്മളെ കണ്ണൂസുണ്ട്, അത് ഞാൻ ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചെവിടെയാണെന്ന്. പക്ഷേ ഞാൻ അവളെ കണ്ടില്ല കേട്ടോ ആദ്യം കയറിയപ്പോഴത്തേക്കും. അങ്ങനെ പിന്നെ പ്രോഗ്രാമിൻ്റെ സമയമായി. എന്തായാലും നമ്മുടെ വാർഡ് കൗൺസിലറായിരുന്നു കേട്ടോ വിശിഷ്ട അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത്. പിന്നെ ടീച്ചറും സാറും പിന്നെ കുറേ കുഞ്ഞുങ്ങളും ഒക്കെ ചേർന്നിട്ട് പ്രോഗ്രാം അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ കണ്ണൂസിൻ്റെ പ്രോഗ്രാമിനാണ് കേട്ടോ. വെൽക്കം ഡാൻസ് ആയിരുന്നു, ഒരു പ്രെയർ ഡാൻസ് പോലെയാണ് അവരുടെ ഡാൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മളെ കണ്ണൂസ് ഉണ്ട് കേട്ടോ, നമ്മുടെ കണ്ണൂസിനെ കാണാൻ പറ്റും. ആ ലാസ്റ്റ് എന്നൊരു 3ാമത്തെ ആളാണ് കേട്ടോ നമ്മുടെ കണ്ണൂസ് എന്ന് പറയണത്. അപ്പോൾ എന്തായാലും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു, നല്ല അടിപൊളിയായിട്ട് അവൾ ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഇറങ്ങി വന്ന ഉടനെ ചോദിച്ചു, അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പെർഫോമൻസ് എന്ന്. അപ്പോൾ എന്തായാലും എൻ്റെ കൊച്ചു പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ സ്കൂളിൽ നിന്ന് തന്നെ കുറച്ച് സ്നാക്സ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഒരു ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിള്ളേരല്ലേ, അവർക്ക് അധികം നേരം ഇരിക്കാനുള്ള താല്പര്യവും ക്ഷമയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി ഒരു കട്ട്ലേറ്റ് ഒക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലോട്ട്. അപ്പോൾ